നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ ജ്യോതിഷ ദീപ്തിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പ്രത്യേകിച്ചൊരു വിഷയം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിഷയം എന്താണെന്ന് പറയാം. 2024 മെയ് മാസം 1-ാം തീയതി വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം മേടൻ രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് രാശിപ്പകർച്ച നടത്തി. എല്ലാവരും അറിഞ്ഞല്ലോ, വ്യാഴം ഇടവൻ രാശിയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ അതിന് മാസങ്ങൾക്ക് മുമ്പേ പലരും ആഗ്രഹിച്ചു, ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് എൻ്റെ കടങ്ങളെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും, എനിക്കൊരു വീട് വെക്കാൻ പറ്റും, എനിക്ക് ഭൂമി മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ, മാനുഷികമല്ലേ, എല്ലാവരും സ്വപ്നങ്ങൾ കണ്ടു. പക്ഷെങ്കിൽ ഉദ്ദേശിച്ച പോലെ ആരുടെയും ജീവിതത്തിൽ ഇതുവരെ ഒന്നും നടന്നില്ല. ഇനി നടക്കാൻ പോവുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എന്നും നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് ആ വീഡിയോയിൽ കൂടി പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകം വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക. വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം രാശി മാറിയത് ഇടവൻ രാശിയിലേക്കാണ്. ഇടവൻ രാശി എന്ന് പറഞ്ഞാൽ ഏത് രാശിയാണ്? ശുക്രൻ്റെ സ്വക്ഷേത്രമാണ്. വ്യാഴമാകട്ടെ ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ശത്രു ക്ഷേത്രസ്ഥിതനായിട്ടാണ് വ്യാഴം അങ്ങോട്ട് ചെല്ലുന്നത് പോലും, അവിടെ നിൽക്കുന്നത് പോലും. പിന്നെ ഒരു നേട്ടം അവിടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഉച്ചക്ഷേത്രത്തിൻ്റെ അധിപൻ്റെ ഉച്ചക്ഷേത്രം, അതായത് കർക്കിടകക്കൂറിൻ്റെ അധിപനായ ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമാണ് ഇടവൻ രാശി. അങ്ങനെ ഒരു ബന്ധം വ്യാഴം എന്ന ഗ്രഹത്തിനുള്ളത് കൊണ്ട് അവിടെ ധൈര്യമായിട്ട് പോയി നിൽക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിന്നിട്ടും ഈ 27 ജാതകർക്കും അല്ലെങ്കിൽ 27 നക്ഷത്ര ജാതകർക്കും കാര്യമായിട്ടുള്ള നേട്ടം വ്യാഴത്തെക്കൊണ്ട് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പറയുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ പറയുകയാണ്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് നേട്ടമൊന്നും ഉണ്ടായില്ലെങ്കിൽ ആഭിചാര ദോഷം കൊണ്ടായിരിക്കുമെന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, അങ്ങനെയൊന്നുമല്ല. എല്ലാം ആഭിചാര ദോഷമാണെന്നൊന്നും വിചാരിക്കരുത്. തെറ്റാണ്, അങ്ങനെയൊന്നും ചിന്തിക്കുകയേ പാടില്ല. അതുപോട്ടെ. അപ്പോൾ ഈ വ്യാഴം ശുഭഫലത്തെ തരാൻ താമസിച്ചതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യാഴം ഇത്രയും നാൾ, അതായത് മെയ് 1 മുതൽ തനിച്ചല്ല, പല ഗ്രഹങ്ങളും വ്യാഴത്തിൻ്റെ പുറകെ വന്ന് വ്യാഴത്തിൻ്റെ കൂടെ നിന്ന് അവിടെ നിന്ന് അവരുടെ മുമ്പിൽ, വ്യാഴത്തിൻ്റെ മുമ്പിൽ കൂടി യാത്ര ചെയ്തു. ഇപ്പോൾ ഈ അടുത്തിടെ, അതായത് ഈ 26-ാം തീയതി, ഓഗസ്റ്റ് മാസം 26-ാം തീയതി കുജനും വ്യാഴത്തെ വിട്ട് മിഥുനൻ രാശിയിലേക്ക് പോയി. ഇനിയിപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം തനിച്ചാണ്. ഇങ്ങനെ തനിച്ച് നിൽക്കുന്ന വ്യാഴം കുംഭക്കുറുകാരുടെ 4-ാം ഭാവത്തിലാണ്, വൃശ്ചികക്കുറുകാരുടെ 7-ാം ഭാവത്തിലാണ്, ചിങ്ങക്കുറുകാരുടെ 10-ാം ഭാവത്തിലാണ്. അവർക്കെല്ലാം കേന്ദ്രഭാവത്തിലാണ്. അപ്പോൾ കേന്ദ്രഭാവത്തിലൊരു ശുഭഗ്രഹം നിന്നാൽ നല്ലതാണ്, അവർക്ക് നേട്ടങ്ങളെ കൊടുക്കും. അത് കേന്ദ്രഭാവത്തിലായതുകൊണ്ട് അവർക്ക് നേട്ടങ്ങളെ കൊടുക്കും. അവർക്ക് കേന്ദ്രഭാവം വെച്ച് പറയുന്ന കാര്യങ്ങൾക്കാണ് നേട്ടം കൊടുക്കുന്നത്. ഇപ്പോൾ കുംഭക്കുറുകാർക്ക് 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ മാതാവ്, അമ്മാവന്മാർ, അല്ലെങ്കിൽ മാതൃഗുണം, അമ്മയുടെ വീട്ടുകാരെ കൊണ്ട് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. ഈ വൃശ്ചികക്കുറുകാർക്ക് 7-ാം ഭാവത്തിലാണ്. അവർക്ക് ദാമ്പത്യ ജീവിതം, ഈ നാളുകാരായിട്ടുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ വിവാഹം ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യമാർ മുഖേന, ഭർത്താക്കന്മാർ മുഖേനയോ അവർക്ക് സ്വത്തുവകകൾ, സ്വർണം, വാഹനം എന്നിവയൊക്കെ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് വിദേശത്ത് ജോലിക്ക് പോയി നല്ല ജോലിയൊക്കെ കിട്ടും, ധനം സമ്പാദിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വ്യാഴം അവർക്ക് കൊടുക്കുന്നത്. ചിങ്ങക്കുറുകാർക്കാണെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം 10-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ചിങ്ങക്കുറുകാർക്ക് 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, അവരുടെ കേന്ദ്രഭാവത്തിലാണ്. പക്ഷേ കേന്ദ്രഭാവത്തിൽ നിൽക്കാതെ തന്നെ ഒരു കൂറുകാർക്ക് വ്യാഴം നേട്ടത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും കേന്ദ്രഭാവവും ത്രികോണഭാവവും ഒക്കെ അറിയാം. പക്ഷേ ഈ ത്രികോണഭാവത്തിലും കേന്ദ്രഭാവത്തിലും അല്ലാതെ വ്യാഴം നിന്ന് ഫലത്തെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് പേര് എന്നോട് വ്യാഴം മാറി, ഞങ്ങൾക്കൊന്നും ഇതുവരെ കിട്ടിയില്ല, ആയില്ല, കടം വീടാൻ പറ്റുന്നില്ല, വസ്തു വിൽക്കാൻ പറ്റുന്നില്ല എന്നും നിരന്തരം ഞാനുമായിട്ട് ഒരു വിവരം പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രത്യേക വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാരോടാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം ഇനിയിപ്പോൾ തനിച്ചാണ് അവിടെ നിൽക്കുന്നത്. ഈ വ്യാഴം നിങ്ങളുടെ തൊഴിൽ ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് 2-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ഒന്നുമല്ല വ്യാഴം നിൽക്കുന്നത്. എങ്കിൽ പോലും 2-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് 5-ലേക്ക് ദൃഷ്ടിയുണ്ട്, 7-ലേക്ക് ദൃഷ്ടിയുണ്ട്, 9-ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ 9-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ മേടക്കുറുകാരുടെ 10-ാം ഭാവമായ തൊഴിൽ ഭാവത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖല പുഷ്ടിപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ കിട്ടും. ഈ തൊഴിലവസരങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക.
കഠിനാധ്വാനം ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ബുദ്ധി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, അങ്ങനെ ധനമുണ്ടാക്കി കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തു തീർക്കുക. പുതിയ വീട് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, വസ്തു വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, വാഹനം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, കുട്ടികളുടെ വിവാഹം നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി 2025 മാർച്ച് മാസം വരെ നല്ല സമയം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുക. അപ്പോൾ ഇനി ഏതെങ്കിലും വിധത്തിൽ ഇത് വന്നില്ല എങ്കിൽ, ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ നേട്ടം നിങ്ങൾക്ക് വന്നില്ല എങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വ്യാഴം നിങ്ങൾ ജനിച്ച സമയത്ത് അനിഷ്ടസ്ഥാന സ്ഥിതനാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാത്തത്, അല്ലാതെ ആരും കൂടോത്രം ചെയ്തിട്ടൊന്നുമല്ല. നിങ്ങൾ ജനിച്ച സമയത്ത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടസ്ഥാന സ്ഥിതനായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നേട്ടം വരത്തില്ല. അപ്പോൾ ഗ്രഹനില പരിശോധിച്ച് അതിനുള്ള ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വിഷ്ണു മന്ത്രമൊക്കെ ജപിച്ച് വ്യാഴത്തെ പ്രീതിപ്പെടുത്തി അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഫലം കിട്ടും. സരസ്വതി ദേവിയുടെ അടുക്ക് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക, സരസ്വതി ദേവി പൂജ ചെയ്യുക. അപ്പോൾ അങ്ങനെ ദേവി പ്രസാദിച്ചാൽ നിങ്ങൾക്ക് ധനം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെ ധനം നേടാൻ ശ്രമിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ലൊരു സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രത്യേകം വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വ്യാഴം ഇനി നിങ്ങളുടെ 2ാം ഭാവത്തിൽ, മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ 2ാം ഭാവത്തിൽ തനിച്ചാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മറ്റ് ഗ്രഹങ്ങളൊന്നും ഉടനെയൊന്നും വ്യാഴത്തിൻ്റെ കൂടെ വന്ന് ചേരാനില്ല. അവരെല്ലാം കറങ്ങി വരുമ്പോൾ ഒരു 5-6 മാസം കഴിയും. അപ്പോഴത്തേന് നിങ്ങൾക്ക് വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം ആ ശുഭഫലത്തെ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് തരുന്നത് നേരിട്ടല്ല, നിങ്ങളുടെ തൊഴിൽ ഭാവത്തിൽ കൂടിയാണ് തരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമായ നല്ല നിലയിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ ജീവിത രീതിയിൽ മാറ്റം വരും. നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൊഴിൽ ചെയ്ത് ധാരാളം പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടുവാൻ തയ്യാറായിട്ടുള്ളവർക്ക് തൊഴിൽ മേഖല നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നൊരു സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ ഈ ദൃഷ്ടി ഉള്ളതുകൊണ്ട് തൊഴിൽ മേഖല പുഷ്ടിപ്പെടും, തൊഴിലവസരങ്ങൾ കൂടുതൽ ധാരാളമായിട്ട് വന്നു ചേരും. അപ്പോൾ അതൊക്കെ ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചാൽ നേടാൻ പറ്റുന്നൊരു സമയമാണ്. ഇനി ഈ വ്യാഴത്തിൻ്റെ അടുത്ത രാശിമാറ്റം നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കാണ്. ആ ഒരു വർഷം നിങ്ങൾക്കൊരു നേട്ടവും കിട്ടത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതാണ് പിന്നീട് വ്യാഴം കർക്കിടക രാശിയിൽ 4ാം ഭാവത്തിൽ ഉച്ചനായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നേട്ടം വരത്തുള്ളൂ. ആ ഒരു കാര്യവും മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ജീവിത വിജയം നേടാം. ഇനി ഇതിനോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി പറയട്ടെ. മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നിലവിൽ ജോലി ഉള്ളവർക്കാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് നിലവിലെ ജോലിയിൽ കൂടുതൽ അധികാര പദവികൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. വ്യാഴം തനിച്ചാണ് ദൃഷ്ടി ചെയ്യുന്നത്, ഒറ്റയ്ക്കാണ് ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ഒരു ശുഭഗ്രഹം തനിച്ച് നിന്ന് ദൃഷ്ടി ചെയ്താൽ, അങ്ങനെ തൊഴിൽ ഭാവത്തിലേക്ക് ദൃഷ്ടി വന്നാൽ, ഇപ്പോൾ നിലവിൽ തൊഴിലുള്ളവർക്ക് ആ തൊഴിൽ മേഖലയിൽ അവർക്ക് പ്രമോഷൻ, സ്ഥാനക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരും. കൂടുതൽ അധികാര പദവികളൊക്കെ അവിടെ അവർക്ക് വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യം കൂടി മനസ്സിലാക്കുക. അതനുസരിച്ചുള്ള ഒരു നേട്ടം, സന്തോഷമൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ആ കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ സ്ഥിരം കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാളെ ശുഭമാണോ എന്നുള്ള വീഡിയോ സ്ഥിരം കാണാൻ ശ്രമിക്കുക. എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകുക. നന്ദി, നമസ്കാരം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.